ഹേ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ Q&A തുടങ്ങാം ഗൈസ്. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ അതിനൊന്ന് ഇരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടില്ല, അതാണ് കുറച്ച് ഡിലേ ആയിപ്പോയത്. എന്തായാലും എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയൊരു Q&A വീഡിയോയിലേക്ക്. ഗൈസ്, അധികം ഡിലേ ഇല്ലാതെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. ടോപ്പ് കമൻസ് വായിച്ചാണ് പോകുന്നത്. എനിക്കറിയാം ഗൈസ്, കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ Q&A ആയതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങളും കല്യാണം റിലേറ്റഡ് ആയിട്ടും വർഷ റിലേറ്റഡ് ആയിട്ടാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ വർഷമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആദ്യം തന്നെ മാളവിക അനിൽ ചോദിച്ചിരിക്കുകയാണ് ഗൈസ്, വർഷ ചേച്ചിയുടെ വീട് എവിടെയാണ്? ഞാൻ പറഞ്ഞില്ലേ, ചോദ്യങ്ങളൊക്കെ കൂടുതലും അതിൽ ബേസ്ഡ് ആണ് ഗൈസ്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ഞാൻ ആൻസർ തരാം. അവളുടെ വീട് മംഗലപുരമാണ്. മംഗലാപുരം അല്ല, തിരുവനന്തപുരം മംഗലപുരം, അവിടെ തോന്നക്കലിനടുത്താണ്. നിങ്ങൾ റിലേറ്റീവ്സ് ആണല്ലോ, അപ്പോൾ മുന്നേ കണ്ട പരിചയം ഉണ്ടോ? ചേച്ചി എന്താണ് പഠിച്ച? അതെ ഗൈസ്, ഞങ്ങൾ റിലേറ്റീവ്സ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ അവളെ കൊച്ചിലെയാണ് കണ്ടിട്ടുള്ളത്. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ മറ്റേ തീരെ പൊടി പ്രായത്തിൽ കണ്ടിട്ട് പിന്നെ കാണുന്നത് ഒരു 4 വർഷം മുന്നേ. എനിക്ക് തോന്നുന്നു അപ്പാപ്പ മരിച്ച സമയത്ത് ഫാമിലി മൊത്തം അവിടെ വന്ന സമയത്താണ് ഞാൻ അവളെ പിന്നെ കാണുന്നത്. അപ്പോൾ അവൾ വളർന്ന്. പക്ഷേ ഞാൻ എൻ്റെ ലാസ്റ്റ് ഓർമ്മ, പ്രോപ്പറായിട്ട് കണ്ടതിൻ്റെ ലാസ്റ്റ് ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമൻ്റെ വീട്ടിൽ പണ്ടങ്ങാണ്ട് പോയപ്പോഴത്തേക്കും ഇവളവിടെ മൂക്കളെ ഒലിപ്പിച്ചൊക്കെ നടക്കണം അവളുടെ ചേട്ടൻ്റെ പിറകെ. അതാണ് എനിക്ക് ലാസ്റ്റ് കണ്ട ഓർമ്മ ഗൈസ്. ചേച്ചി എന്താണ് പഠിച്ചത്? അവള് ബോട്ടണി ഇൻ ബയോടെക്നോളജി, അതാണ് അവൾ പഠിച്ചത്. അല്ല, ബോട്ടണി ബയോടെക്നോളജി, BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി. എടി, എന്നാ പിന്നെ നിനക്കും അതിരുന്ന് പറഞ്ഞൂടെ? ആ കോക്കറി കാണിച്ചിട്ട് ഓടറാ. വീട്ടിൽ വർഷ ചേച്ചിയെ പറ്റി ആലോചന വന്നപ്പോൾ എന്താണ് തോന്നിയത്? പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഗൈസ്. ഞാൻ വീട്ടുകാരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോക്കൂ, ആരെയാണോ നിങ്ങൾ തീരുമാനിക്കുന്നത് ആ കുട്ടിക്കും അതിനോട് താല്പര്യമുണ്ട്, സംസാരിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ തോന്നിയില്ല ആലോചന വന്നപ്പോൾ. ചേട്ടനെ പറ്റി നമുക്ക് എല്ലാം അറിയാം, ഇനി ചേച്ചിയെ പറ്റി ആവട്ടെ. ഓക്കെ, അപ്പോൾ ചേച്ചിയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസിന് ചേച്ചിയും കൂടെ വരുന്ന ഒരു Q&A നമുക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരെണ്ണത്തിൽ എടുക്കാം. അതുവരെ ഇനി നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് ഫോക്കസ് ചെയ്യാം. ആദിയസ് നായർ, കല്യാണത്തിന് വന്ന ടോട്ടൽ ചിലവ്. എല്ലാവർക്കും ഈ ചിലവുകളെ കുറിച്ച് അറിയാൻ ഭയങ്കര താല്പര്യമാണല്ലേ. നല്ല ചിലവായിരുന്നു ഗൈസ്. എൻ്റെ കാറിനേക്കാളും പൈസ ആയി കല്യാണം നടത്താൻ. എക്സാക്റ്റ് എമൗണ്ട് ഒന്നും ഞാൻ പറയണ്ട, പക്ഷേ നല്ലൊരു എമൗണ്ട് ആയി ഗൈസ്. സാമി ചോദ്യം വർഷമാണ്, അത് വർഷം വരുമ്പോൾ ഞാൻ കൊടുക്കാം. കൃഷ്ണ അപ്പു ചോദിച്ചേക്കാണ് ഗൈസ്, സന്ദീപ് ഏട്ടൻ്റെ ഫാമിലി എന്താണ് കാണിക്കാത്തത്? അത് സന്ദീപ് ഏട്ടൻ്റെ ഫാമിലി ആയതുകൊണ്ട് സന്ദീപിനെ കാണിക്കണമെന്ന് തോന്നിയാലേ സന്ദീപിൻ്റെ ഫാമിലി നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി സന്ദീപിൻ്റെ അനിയൻ്റെ കല്യാണത്തിന് പോയ വ്ളോഗ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിനകത്ത് സന്ദീപിൻ്റെ ഫാമിലി മൊത്തം കാണിക്കുന്നുണ്ട്. മാമിയെ കാണിക്കുന്നുണ്ട്, സന്ദീപിൻ്റെ അനിയനെ കാണിക്കുന്നുണ്ട്, ഒക്കെ കാണിക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ പോകുന്നത് കാണിക്കണം. എഗെയിൻ അത് അവൻ്റെ വീടാണ്, അപ്പോൾ അവൻ്റെ അടുത്ത് നിങ്ങൾ പറ. അവന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം, എനിക്ക് സന്തോഷമുള്ളത്. ഗൈസ്, അവിടെയാണ് അവൻ്റെ വീട്, ഇതാ അവിടെ, എക്സാക്ട്ലി അവിടെയാണ് അവൻ്റെ വീട്. വലിയ പാടുള്ള കാര്യമല്ല അതൊക്കെ. അത് സന്ദീപിനൊക്കെ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അല്ലാതെ അവൻ്റെ പ്രൈവസിയിലും അവൻ്റെ വീട്ടിനകത്തോട്ടും നമ്മൾ കയറി ചെല്ലുന്നത് ഒക്കെ അല്ല. വർഷം വന്നതിന് ശേഷം ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി ബ്രോ? എപ്പോഴും കൂടെ ഒരാൾ എന്നുള്ളൊരിതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റത് എവിടെ പോയാലും നമ്മൾ ഒറ്റയ്ക്കും കിടക്കണ ഒറ്റയ്ക്ക്, നടക്കണ ഒറ്റയ്ക്ക്, TV കാണുന്ന ഒറ്റയ്ക്ക്. പക്ഷെ ഇപ്പം എല്ലാത്തിലും ഒരാൾ കൂടെ വന്ന്, അതാണ് ഉണ്ടായ ഒരു പ്രധാന മാറ്റങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഒരാളായി. പിന്നെ ഞാൻ റൂമൊക്കെ കുറച്ചുകൂടെ നീറ്റായിട്ട് കീപ്പ് ചെയ്യാൻ തുടങ്ങി, തുണി ഒക്കെ വിരിക്കാൻ തുടങ്ങി അശയിൽ. പിന്നെ അങ്ങനെ പല പല മാറ്റങ്ങളും, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് കള കളിച്ച് കിടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടും ശ്രദ്ധിക്കാതെ വിട്ട് കളഞ്ഞിരുന്ന പല കാര്യങ്ങൾ, തിന്നിട്ട് വേസ്റ്റിൻ്റെ പ്ലേറ്റ് അവിടെ തന്നെ വെക്കുക, തുണി ഡ്രസ്സ് മാറിയിട്ട് തുണി അവിടെ വലിച്ചൂരി കളയുക, അതൊക്കെ ഇപ്പോൾ കുറച്ചുകൂടെ എടുത്ത് ബാസ്ക്കറ്റ് ഇടുക, മറ്റത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നൊരു വലിയ മാറ്റമായിട്ട് ഞാൻ കാണുന്നു. കാരണം അങ്ങനെയുള്ള ഒന്നും ഞാൻ ഇന്ന് വരെ 32 വർഷമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വീട് പണി ഈ വർഷം കഴിയുമോ? ഇല്ല അപ്പൂ, ഈ വർഷം കഴിയില്ല മക്കളെ. കാരണം ഇനി അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് ഉണ്ട്. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഉടനടി എടുത്ത് മറിക്കാൻ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് പതുക്കെ ക്യാഷ് വരുന്നതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വീട് തീർക്കുന്നതായിരിക്കും. കാരണം വീട് തുടങ്ങിയപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു വീട് വയ്ക്കാൻ ഇത്രയൊക്കെ ചിലവും ഇത്രയൊക്കെ പൈസയൊക്കെ ആവുമെന്ന്. സോ ഇറ്റ് വിൽ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. പിന്നെ വർഷയെ ഒരു ജോലിക്ക് വിടാൻ ബ്രോയ്ക്ക് താല്പര്യമുണ്ട്? അവിടെ എൻ്റെ താല്പര്യത്തിന് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യമില്ല. അവൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ അവൾ പോവും, അവൾക്ക് പോകണ്ടെങ്കിൽ അവൾ പോവില്ല. പോവും വരും. അതൊക്കെ അവളുടെ ഇൻഡിവിജ്വൽ തീരുമാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അവൾക്ക് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കണേ ഞാൻ നിർബന്ധിക്കാനൊന്നും പോകില്ല. എനിക്ക് ജോലിക്ക് പോടിയെന്ന്. അവൾ ജോലിക്ക് പോകണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പിടിച്ചിരുത്തേയില്ല ഇവിടെ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ.
ഒക്കെ അവളുടെ ഇഷ്ടമാണ്. വർഷയ്ക്ക് ഇഷ്ടമാണോ പോകാൻ, അവൾക്ക് ഇഷ്ടമാണ് പോകാൻ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, അത് അതിൻ്റേതായ ഒരു സമയത്തിൽ അവളും ഒരു കരിയർ ട്രാക്കിലോട്ട് കയറും. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. വർഷ ഏതുവരെ പഠിച്ചു? അവൾ 4ാം ക്ലാസ്സിൽ 4 വട്ടം തോറ്റിട്ട് BSc ബോട്ടണി ഇൻ ബയോടെക്നോളജി പഠിച്ചിട്ടിരിക്കുകയാണ് കേസ്. അതെങ്ങനെയെന്നൊന്നും എനിക്ക് ചോദിക്കരുത്. അവളുടെ ചെടികളോടുള്ള ഇഷ്ടം വെച്ചിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. ബോട്ടണി റൂട്ടിലൊക്കെ അവൾക്ക് നല്ലൊരു താല്പര്യം ഉണ്ടോ? ചെടി. അശ്വതി സജി ചോദിച്ചേക്കാണ്, സിംപ്ലി ഉണ്ണിയെ കല്യാണം വിളിച്ചില്ലേ? കണ്ടില്ലല്ലോ. ഉണ്ണിയെ വിളിച്ചായിരുന്നു, പക്ഷേ ഉണ്ണി എനിക്ക് മെസ്സേജ് അയച്ചു, ഉണ്ണിക്ക് വരാൻ പറ്റിയില്ല, എന്തൊക്കെയോ ചെറിയ ഇത് കാരണം ഉണ്ണിക്കും ഫാമിലിക്കും എത്താൻ പറ്റിയില്ല എന്ന് ഉണ്ണി വിളിച്ച് പറഞ്ഞായിരുന്നു. ഉണ്ണിയും ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹെരണോസ് പാട്ട ധന്യ അവളെ ചോദിക്കുന്നുണ്ട്. അവളും വിളിച്ച് പറഞ്ഞായിരുന്നു വരാൻ പറ്റിയില്ല, എന്തോ ഫാമിലി എമർജൻസി ആയിപ്പോയി സ്പാർട്ട കുട്ടിക്ക്. ഉണ്ണിക്ക് ഇതുപോലെ അവിടെ എന്തോ വരാൻ പറ്റാത്ത എന്തോ സാഹചര്യം ഉണ്ടായതുകൊണ്ട് അവർ രണ്ടുപേരും വന്നില്ല. രണ്ടുപേരും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗൈസ്, പരിചയത്തിലുള്ള വിളിക്കേണ്ട എത്ര പേരെ വിളിക്കാൻ മനസ്സിന്ന് സ്ലിപ്പായി പോയെന്നറിയാവോ? അവരൊക്കെ ഇപ്പൊ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ചോദിക്കും, കല്യാണം വിളിച്ചില്ല, അയ്യോ ഞാൻ വിളിച്ചില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ പറഞ്ഞത്, എൻ്റെ മനസ്സിൽ എല്ലാവരെയും വിളിച്ചു എന്നുള്ളതിലാണ് ഞാൻ ഇരിക്കുന്നത്. ശ്രീഹരി ചോദിച്ചേക്കണം, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ നിന്ന് എത്ര ശമ്പളം കിട്ടും? ഒരു കുടുംബം സമാധാനപരമായി പുലർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ശമ്പളം ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ നിന്ന് കിട്ടാറുണ്ട്. ആൻഡ് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. അർജുൻ 18 D6S നെക്സ്റ്റ് കാർ. എനിക്ക് അറിയില്ല മുത്ത, ഞാൻ അതിങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ അൾട്ടിമേറ്റ് ഡ്രീം കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴ്സിഡീസിൻ്റെ S-Class ബെൻസാണ്. പക്ഷെ അതിപ്പോഴൊന്നും കാണൂല. അത് നമുക്ക് ആ ഒരു ലെവലിലോട്ട് നമ്മൾ ഉയരണം, ഫൈനാൻഷ്യലിയും എല്ലാം നമ്മൾ ഉയർന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വെഹിക്കിൾ എടുക്കാം. എനിക്ക് എടുക്കുമ്പോൾ ഫ്രഷ് വണ്ടി തന്നെ എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷേ ഇല്ല, നമ്മൾ ആ ഒരു ലെവലിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാറുകളൊക്കെ ശരിക്കും നമ്മൾ ഇങ്ങനെ വാങ്ങി ഞാൻ കാർ എടുക്കണമെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഹോണ്ട സിറ്റി എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. ഹോണ്ട സിറ്റി ഞാൻ ഓടിച്ച് അതിൻ്റെ റിയർവ്യൂ മിറർ കുറഞ്ഞ ഒരു 5 വട്ടമെങ്കിലും ഞാൻ അത് ഇടിച്ച് അല്ലെങ്കിൽ തട്ടിയോ ഒരഞ്ഞോ തെറിച്ചോ ഒക്കെ പോയി കാണും. അപ്പോൾ ഒരു മിററിന് ആദ്യം ഇപ്പോൾ 10,000 രൂപയാണ്. ഒരു റിയർവ്യൂ മിറർ റൈറ്റ് സൈഡിൽ ഒരു റിയർവ്യൂ മിററിന് 10,000 രൂപയാണ്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് ആ വണ്ടിക്ക് എന്ത് കേടുപാടോ തട്ടുകേടോ എന്ത് വന്നാലും എനിക്ക് എൻ്റെ ഫൈനാൻഷ്യൽ ഇതിൽ ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് ആ കാർ വാങ്ങിക്കാം. കാറല്ല, അതിന് എന്ത് കേടുപാട് വന്നാലും എനിക്ക് നന്നാക്കാൻ പറ്റും. എന്നാൽ ഒരു BMW അല്ലെങ്കിൽ ഒരു S-Class ബെൻസ് ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു വണ്ടിയുടെ ഒരു റിയർവ്യൂ മിററിനൊക്കെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷത്തിന് മേളിലാണ്. അപ്പോൾ ഒരു 5 പ്രാവശ്യം ഞാൻ റിയർവ്യൂ മിറർ കളയുകയാണെങ്കിൽ 5 ലക്ഷം രൂപ അവിടെ പോകും. അപ്പോൾ എൻ്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻസും എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസും എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതുപോലത്തെ ഒരു 5 മിറർ പോയാലും ഇപ്പോൾ ഞാൻ ഹോണ്ട സിറ്റിക്ക് മിറർ മാറ്റി വയ്ക്കാൻ ബർഡൻ ഇല്ലാതെ പോലെ ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു ഫൈനാൻഷ്യൽ കേപ്പബിലിറ്റി എത്തുകയാണെങ്കിൽ ഞാൻ ആ വണ്ടി എടുക്കും. അല്ലാതെ ആ വണ്ടി എടുത്തിട്ട് ഒരു റിയർവ്യൂ മിറർ ഇടിച്ച് കളഞ്ഞിട്ട് ആ മിറർ മാറ്റാൻ ഞാൻ ലോൺ എടുക്കേണ്ട അവസ്ഥയിൽ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അത് ഒരു ഫൈനാൻഷ്യലി പുവർ ഡിസിഷൻ ആയിപ്പോവും. അപ്പോൾ ഇവൻ ചോദിച്ചത് ഞാൻ കാട് കയറിപ്പോയി. നെക്സ്റ്റ് കാർ ഏതാണെന്ന് എനിക്ക് അറിയില്ല. മിക്കവാറും ഒരു സെഡാൻ ആവാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ കാർ. നമ്പർ 2 അർജുൻ ചോദിച്ചേക്കുന്ന യുവർ ഡ്രീം. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭത്തിന് ഓണർ ആവണം എന്നാണ്. അതായത് ഒരു ബിഗ് സ്കെയിൽ ഓൺട്രപ്രന്യൂർ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. സംരംഭം എന്താണെന്ന് അറിയില്ല, 1000 പേരെ എങ്ങനെ ജോലി കൊടുക്കുമെന്നറിയില്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷെ അതാണ് എൻ്റെ ഡ്രീം, ഏറ്റവും വലിയ ഡ്രീമുകളിൽ ഒന്ന്. കുറേ ഉണ്ട് ഡ്രീമുകൾ, ഫിസിക്കലായിട്ടുള്ള ഡ്രീമുകളുണ്ട്, അല്ലാത്തതൊക്കെ ആയിട്ടുള്ള ഡ്രീമുകളുണ്ട്. ഗൈസ്, ഡ്രീമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് എൻ്റെ കൂട്ടുകാരൻ ഹാഷിം അളിയൻ അവൻ്റെ ഹാഷ് ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീഷർട്ട് ബ്രാൻഡ് ഉണ്ട്. അതായത് ഈ മെർച്ച് ഈ ടീഷർട്ടൊക്കെ അവൻ്റെതാണ്. ഇത് കണ്ടു, ഇതിൻ്റെ ബാക്കിൽ ഒരു കുരങ്ങനൊക്കെ ഉണ്ട്, ഇങ്ങനെ ഏലിയൻ മങ്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഓണം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ടീഷർട്ടൊക്കെ ഓവർ സൈസ് ടീഷർട്ടൊക്കെ നിങ്ങൾക്ക് 399 രൂപയുള്ളൂ ഗൈസ്. ആക്ച്വലി ഇത് സ്റ്റീലർ പ്രൈസാണ്. എനിക്ക് ഇതിൻ്റെ പേരുടെ ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീഷർട്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗോട്ട് നിങ്ങൾക്ക് മേടിക്കാം, അല്ലെങ്കിൽ ഇത് മേടിക്കാം, അല്ലെങ്കിൽ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. റെഗുലർ ഫിറ്റ് ഉണ്ട്. റെഗുലർ ഫിറ്റുകളെല്ലാം 299 കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടീഷർട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഹാഷ് ബോക്സ് വെബ്സൈറ്റിലോട്ട് പോവുക, എന്നിട്ട് ഇത് വാങ്ങുക ഗൈസ്. ലിങ്ക് ഒക്കെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ഗൈസ്. അവൻ ഭയങ്കര സ്വപ്നത്തോടു കൂടി തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇപ്പോൾ അവൻ ഓണം സെയിൽ നടത്തുകയാണ്. അവൻ ഉദ്ദേശിച്ച കണക്കിന് സെയിൽ വന്നില്ല. അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഡിസ്കൗണ്ടിന് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ 399 299 ആണ് ഓണത്തിന്. പുതിയ ഡ്രസ്സ് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ചിടണമെങ്കിലോ ഇത് വാങ്ങുക ഗൈസ്. ആക്ച്വലി
കിഡിലൻ ഫാബ്രിക് ആണ് ഇത്. ശരിക്കും ഇത് ഞാൻ ജെന്യുവിനായിട്ട് പറയുന്ന കാര്യമാണ്. ഇത് ഭയങ്കര നല്ല സുഖമാണ് ഇതിടാൻ. നിങ്ങളിത് വാങ്ങിയ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. ഡിസൈനൊക്കെ ഇതിനകത്ത് കൂടുതലും നല്ല കുറച്ചൊരു ട്രെൻഡി വൈബായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ hashboxapparels.com പോവുക. എന്നിട്ട് നിങ്ങൾ ഓണക്കോടി ഓണക്കോടി എടുത്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങുക. അപ്പോൾ ഹാഷിമളി ഓൾ ദി ബെസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചങ്ക് പിള്ളേരൊക്കെ കയറി നോക്കുന്നതായിരിക്കും. ആര്യ 6995 ഒരു ചോദ്യം ചോദിച്ചേക്കാണ്. ഒരു ഹോളി വീഡിയോ മുതൽ താങ്കളുടെ കൂടെ ഉള്ള ആളാണ് ഞാൻ. OG. ഇതുവരെ കാർത്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സന്തോഷവും സങ്കടവും ഉയർച്ചയും താഴ്ചയും ഒക്കെ ഒരു പരിധി വരെ കണ്ട വ്യക്തി എന്ന നിലയിൽ ചോദിക്കട്ടെ, വിവാഹത്തിന് മുമ്പുള്ള കാർത്തിയും കൂടെ വർഷം വന്ന ശേഷമുള്ള കാർത്തിയും സ്വയം എങ്ങനെ വിലയിരുത്തുന്നു? ഒരു നല്ലൊരു സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ നേർന്നു രണ്ടാളും കൂടെ അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ഓണം വിഷസ്. വിവാഹത്തിന് മുന്നേ ഉള്ള കാർത്തിയും ശേഷമുള്ള കാർത്തിയും അല്ലേ, രണ്ടും ഞാൻ തന്നെയാണ്. എനിക്ക് വലിയ അങ്ങനെ ഭീമാകാരമായ വ്യത്യാസമൊന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ കുറച്ചുകൂടെ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ട്. കാരണം പണ്ട് എൻ്റെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ ഒരാളെ പറ്റി കൂടെ ചിന്തിക്കുന്നുണ്ട്. ഒരാളുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം ഉള്ളിലുണ്ട്. അപ്പോൾ ആ ആഗ്രഹം ഉള്ളിൽ അതിയായി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലൈഫിലെ ബാക്കി കാര്യങ്ങൾക്ക് ഒരു ചെറിയൊരു പൊടിക്കൊരു ഇമ്പോർട്ടൻസ് കുറച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങളിലോട്ട് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മറ്റത് 24 മണിക്കൂറും വർക്ക് അടുത്ത് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന അടുത്തുനിന്ന് ഇപ്പോൾ കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് നമ്മുടേതായ കുറച്ച് സമയം എടുത്തു തുടങ്ങി. ആൻഡ് എനിക്കറിയില്ല, അത് ഭയങ്കര രസമുള്ള ഒരിതാണ്. അപ്പോൾ രസമാണ് ഗൈസ്. പഴയ കാർത്തിയും പുതിയ കാർത്തി, ഇപ്പോഴത്തെ കാർത്തി കുറച്ചുകൂടെ പേഴ്സണൽ ലൈഫിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ചേഞ്ച്. വർഷ ചേച്ചിയും കാർത്തിക് ചേട്ടനും തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എൽസ ചോദിച്ചേക്കാണ്. ഞങ്ങൾ തമ്മിൽ 9 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആദർശ് ഷിബു ചോദിച്ചേക്കാണ് ഹൗസ് അപ്ഡേറ്റ് ഒന്നും ആയിട്ടില്ല മുത്തേ. കല്യാണത്തിന് മുന്നേ ഞാൻ വീട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ വന്ന വ്യത്യാസങ്ങളുള്ള, അതിനുശേഷം ഒന്നും ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. ഇനി വർക്കുകളൊക്കെ പുനരാരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. വേറെ ബാഗിൽ കൂടെ പോണത് തസ്നി ഷംനാഥ്, വർഷയും ചേട്ടനും ബന്ധുക്കളല്ലേ, അപ്പോൾ നിങ്ങൾ മുൻപും കണ്ടിട്ടുണ്ടാവുമല്ലോ. കല്യാണത്തിനെത്തിയപ്പോൾ ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നോ? മുന്നത്തെ അങ്ങനെ ഒരു പങ്കാളി സ്ഥാനത്ത് സത്യം പറഞ്ഞ ഗൈസ് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. അവളെ ഞാൻ പറഞ്ഞാണ് കുഞ്ഞിലേ കണ്ടിട്ടുണ്ട്, പിന്നെ ഒരു 3 വർഷം മുന്നേ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ഇതില്ല, എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. എനിക്കൊരു കംപ്ലീറ്റ്ലി പുതിയ ഒരാളെ പരിചയപ്പെടുന്ന തന്നെ കണക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഓക്വേർഡ്നെസ് അവിടെ ഇല്ലായിരുന്നു. AYN73 വർഷ ഫസ്റ്റ് കസിൻ അല്ലേ? അതെ. അമ്മയുടെ ഫാമിലി മീൻസ് അമ്മാമ്മയെ കാണിച്ചിട്ടില്ല. അമ്മാമ്മ അപ്പാപ്പനൊക്കെ മരിച്ചുപോയി, അവരൊക്കെ മരിച്ചിട്ട് വർഷങ്ങളാവണം. ഷൈമോൻ TV ചോദിച്ചേക്കാണ് ഗൈസ്, വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ? എൻ്റെ കളർ ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ബ്ലൂ. വിച്ച് ഫുഡ് ഡു യു ലവ് ദ മോസ്റ്റ്? എനിക്ക് ഊണ്, സദ്യ, ചിക്കൻ ബിരിയാണി. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും തിന്നാൻ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ സദ്യ എന്ന് പറയും, അല്ലെങ്കിൽ ബിരിയാണി എന്ന് പറയും. മട്ടൻ ബിരിയാണി. വാട്ട്സ് യുവർ ഫേവറേറ്റ് സോങ് റൈറ്റ് നൗ? ഇപ്പം എൻ്റെ ഫേവറേറ്റ് സോങ് ആണെങ്കിൽ ചെമ്പനീർ പൂവേ നീ അന്നേതോ ഒരു രാവിൽ നീലമഞ്ഞിൽ വിരിഞ്ഞൻ കൺമുന്നിൽ മിഴിച്ചിമ്മി അത്ഭുതം അടങ്ങാതന്നു ഞാൻ നിന്നെയോ തിന്നു ഞാൻ നിറങ്ങൾ പോൽ. ആ പാട്ട് അതാണ് ഇപ്പോഴത്തെ ഫേവറേറ്റ് സോങ്. വിച്ച് മൂവി ഓർ കാർട്ടൂൺ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? മൂവിയാണ് ചോദിക്കണമെങ്കിൽ അത് ഒരുപാടുണ്ട് ഗൈസ്. എന്നാലും സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റെല്ലാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ്. മലയാളം മൂവി ചോദിക്കുകയാണെങ്കിൽ ഗോഡ് ഫാദർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ്. കാർട്ടൂണായിട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ടോം ആൻഡ് ജെറി ഭയങ്കര ഇഷ്ടമാണ്. കറേജ് ദ കവേർഡ്ലി ഡോഗ് എന്ന് പറഞ്ഞ കാർട്ടൂൺ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡെക്സ്റ്റേഴ്സ് ലബോറട്ടറി ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അനിമെ ചോദിക്കുകയാണെങ്കിൽ വൺ പീസ്, അതാണ് ഏറ്റവും ഫേവറേറ്റ് അനിമെ. ഡു യു ഹാവ് എനി ഹോബീസ്? ഉണ്ട്. ജേർണലിങ് എനിക്കൊരു ഹോബിയാണ്. അത് ഞാൻ എന്നും മുടക്കാതെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ ഈ ഇടയ്ക്ക് അതൊന്നും മുടങ്ങിപ്പോയി, അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ ഇപ്പോഴും. ബട്ട് ഹോബീസ് എന്ന് പറയുകയാണെങ്കിൽ ജേർണലിങ് ഒരു ഹോബിയാണ്. ഡു യു ഹാവ് എ സീക്രട്ട് യു ഹാവ് നെവർ ടോൾഡ് എനിവൺ? യെസ്, അങ്ങനെ ഒരു സീക്രട്ട് ഉണ്ട്. അതിൽ ചോദിച്ചുണ്ടോന്ന്? ഉണ്ട്. ഒന്നല്ല, കുറേ സീക്രട്ടുകളുണ്ട്, നമ്മൾ ആരുടെ അടുത്ത് പറയാറില്ല. വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം? നേരത്തെ പറഞ്ഞ കണക്ക് ഒരു 1000 പേർക്കെങ്കിലും ജോലി കൊടുക്കുന്ന ഒരു സംരംഭത്തിന് കാരണക്കാരനാവുക. വാട്ട്സ് ആൻ അൺഫർഗറ്റബിൾ മെമ്മറി ഓഫ് യുവേഴ്സ്? ഞാൻ താലി കെട്ടിയത്, അത് റീസെൻ്റ്ലി നടന്നൊരു മെമ്മറി ആണെങ്കിലും അതൊരു അൺഫർഗറ്റബിൾ മെമ്മറി തന്നെയാണ് ഗൈസ്. പ്ലീസ് ടെൽ ഹായ് ഇൻ വീഡിയോ. മൈ നെയിം ഈസ് ഫിയാന. ഹായ് ഫിയാന. കാവ്യ പൊന്നൂസ്,
കാവ്യ ചോദിച്ചേക്കാണ് കല്യാണത്തിന് കിട്ടിയ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് എന്തായിരുന്നു? എനിക്ക് കിട്ടിയ എല്ലാ ഗിഫ്റ്റും എനിക്ക് ഇഷ്ടമായി മുത്തേ. നമുക്ക് അങ്ങനെ ഗിഫ്റ്റുകൾക്കിടയിൽ അങ്ങനെ ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല. എല്ലാ ഗിഫ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ടത്തെ കൂട്ട് ഇപ്പോൾ ചലഞ്ച് ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്നാ പറ്റി ചേട്ടാ? ജോഷ് ജേക്കബ്. നമുക്ക് സമയം കിട്ടണല്ലോ മുത്തേ. പിന്നെ ഒരു ചലഞ്ചിൻ്റെ ഒരു മൂഡിലും അല്ല ഇപ്പോൾ ഞാൻ. അത് ചലഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു മൂഡ് വരുമ്പോഴത്തേക്കും നമ്മൾ ചലഞ്ച് വീണ്ടും ചെയ്യുന്നതായിരിക്കും. എല്ലാം ഒരു മൂഡ് നമ്മുടെ സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത്രേ ഉള്ളൂ. അശ്വിൻ എ വി ചോദിച്ചേക്കണം, വി ഓൾ നോട്ടീസ്ഡ് ഹൗ അമേസിംഗ് യു ലുക്ക് ഫോർ ദ മാരേജ് ട്രാൻസ്ഫോർമേഷൻ. ഡോണ്ട് സ്ലിപ്പ് ബാക്ക് ടു യുവർ ഓൾഡ് ലുക്ക്. ട്രൈ ടു കീപ് ലുക്കിംഗ് യുവർ ബെസ്റ്റ് അറ്റ് യുവർ മാക്സിമം. ഇറ്റ് റിയലി സൂട്ട്സ് യു. താങ്ക് യു അശ്വിനെ. ഞാൻ ഇത്രയും വിരുന്ന് കഴിച്ചിട്ടും കല്യാണ ദിവസം എൻ്റെ വെയിറ്റ് 72 ഗൈസ്. ഇപ്പോൾ എൻ്റെ വെയിറ്റ് 73.5 അല്ലെങ്കിൽ 74 മേളിൽ ഇതുവരെ പോയിട്ടില്ല. ആൻഡ് ഇനിയും വെയിറ്റ് കുറയ്ക്കാൻ തന്നെയാണ് പ്ലാൻ. നമ്മൾ വർക്കൗട്ടിലോട്ടൊക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞ പിന്നെ വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഡയറ്റ് പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പഴയ ലുക്കിലോട്ട് സ്ലിപ്പ് ചെയ്ത് പോകാൻ ഒരു പ്ലാനും ഇല്ല. ആക്ച്വലി കുറച്ചുകൂടെ മെലിയാനാണ് പ്ലാൻ. എന്നിട്ട് ബോഡി ഒന്ന് ഫിറ്റാക്കി എടുക്കണം, അതാണ്. അപ്പോൾ അത് എനിക്കറിയാം, നിങ്ങളുടെ മൈൻഡ് എനിക്കറിയാം, എൻ്റെ മൈൻഡ് നിങ്ങൾക്കും അറിയാം. ഞാൻ സ്ലിപ്പ് ചെയ്ത് പോവില്ല ഗൈസ്. ശരീരം ഞാൻ നോക്കും. അശ്വിൻ ചന്ദ്രൻ, നിങ്ങളും കോഴിയും തമ്മിൽ എന്താണ് പ്രശ്നം? ഇതിനും മാത്രം ചിക്കൻ ഫ്രൈ നിങ്ങൾ തിന്നാൻ ലാസ്റ്റ് മന്ത് ഇറങ്ങിയ 90% വ്ളോഗിലും ചിക്കൻ ഒരു ക്യാമിയോ റോൾ എങ്കിലും വന്നിട്ടുണ്ട്. ഒരു ഫണ്ണിന് ചോദിച്ചാൽ 1 or 2 ആണോ കൊതിപ്പിച്ച് അങ്ങ് കൊല്ലുമല്ലേ? അതുകൊണ്ടാണ്. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഹാപ്പി ഓണം മുത്തേ അശ്വിൻ ചന്ദ്ര. കോഴിയായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ലക്ഷ്മി ചേച്ചിയുടെ ഡയറ്റ് പ്രകാരം എല്ലാ ദിവസവും രാത്രി ചിക്കൻ തിന്നാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു 1/4 അല്ലെങ്കിൽ ഒരു 1/2 വിശപ്പിനനുസരിച്ച് ചിക്കൻ തിന്നോ എന്നാണ് ലക്ഷ്മി ചേച്ചി പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ പ്രിഫർ ചെയ്യുന്നത്. ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് ആണ് ചേച്ചി നൈറ്റ് പറഞ്ഞേക്കുന്നത്. ഫിഷ് എപ്പോഴും എല്ലായിടത്തും ഫ്രഷ് ആയിട്ട് നൈറ്റ് കിട്ടാത്തതുകൊണ്ട് ചിക്കനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഒരു 2 ഫുൾ മുട്ടയും ഒരു ഏത്തപ്പഴവും അല്ലെങ്കിൽ ഒരു സൂപ്പ്, ഇതൊക്കെയാണ് രാത്രി പറഞ്ഞേക്കുന്നത്. അപ്പോൾ വ്ളോഗിലും കൂടെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും ഒരു ചിക്കൻ ഡിഷ് കാണിച്ച രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിക്കൻ കാണിക്കുന്നത്. നല്ല ഡയറ്റാണ് അല്ലേ ഗൈസ്? എല്ലാ ദിവസവും രാത്രി ചിക്കൻ, അൽഫാമോ ഇല്ലെങ്കിൽ ഷവായിയോ അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ അതാണ് കേസ്. ഞാൻ ഫുഡ് തിന്നാണ് വെയിറ്റ് കുറച്ചത്. അത് നല്ല ഡയറ്റ് അല്ലേ? ഇതിലും നല്ല ഡയറ്റ് നിങ്ങൾക്ക് ഇനി എവിടെ കിട്ടും? മൂവി നെർഡ് 007 ഫീലിംഗ് സോ ഡൗൺ. ഐ ഹാവ് ഓൾവേസ് ട്രൈ ടു ഹെൽപ്പ് പീപ്പിൾ വിത്ത് സിൻസിയറിറ്റി എന്നായിരിക്കും. Yet also I got lot of backstabs. I wish life was easy. I only get relief when I watch your videos. I wish I had friends and family like you. Just answer this please. How do you make such good friends? Please reply. മുതൽ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസും സന്തോഷവും സങ്കടവും എല്ലാം നോർമലാണ്, അത് സഹജമാണ്. അതില്ലെങ്കിൽ ലൈഫ് ഇല്ല. നമ്മൾ ഓരോ എക്സ്പീരിയൻസിൽ നിന്നും ഓരോന്ന് പഠിക്കുന്നു. നമ്മൾ ബെറ്ററായി മുന്നോട്ട് പോകുന്നു. നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നവും വരാൻ പാടില്ല എന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും പോസിബിളുള്ള കാര്യമല്ല. പ്രശ്നങ്ങളൊക്കെ വരും, പ്രശ്നങ്ങളൊക്കെ പോവും, നമ്മളായിട്ട് തന്നെ നിൽക്കും. ഇത്രയേ ഉള്ളൂ. കീപ്പ് മൂവിങ് ഫോർവേഡ്. സ്റ്റക്കായി പോകരുത്. നമ്മൾ പുതിയ കാര്യങ്ങൾ ചിന്തിക്കുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക, പുതിയ ആൾക്കാരെ പരിചയപ്പെടുക. കീപ്പ് മൂവിങ് ഫോർവേഡ്. സ്റ്റിൽ ആവാത്തിടത്തോളം കാലം യു വിൽ ബി ഓക്കെ ഇൻ ദ ലോങ് റൺ. കൂടെ ഉള്ളവർ കൂടെ തന്നെ കാണും. അത് ചിലപ്പോൾ ചില സമയത്തേക്ക് ചില ആൾക്കാർ നമ്മളെ കൂടെ കാണില്ല, ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ കൂടെ ആൾക്കാർ കാണും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഇത് മനസ്സിലാക്കുക, ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നവരെ നിങ്ങൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ആരും പെർമനൻ്റ് അല്ല. നാളെ ഒരു ഉൾക്ക വന്ന് വീണ് ഇവിടെയൊക്കെ നശിച്ചു പോയി നിങ്ങൾ മാത്രം സോൾ സർവൈവറായി ആം ലെജൻഡ് പോലത്തെ വല്ല കഥയും തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഒറ്റയ്ക്ക് ഓക്കെ ആവുക ആദ്യം. ലേൺ ടു എൻജോയ് യുവർ ഓൺ കമ്പനി. ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. പിന്നെ ഈ വിഷമമൊക്കെ മാറും. ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ പ്രശ്നങ്ങളെക്കാളും ഒക്കെ എത്രയോ വലിയ പ്രശ്നമുള്ള എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു ലൈഫല്ലേ ജീവിക്കുന്നത്. ഞാൻ ഒരുപാട് ആൾക്കാരെ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഷോയിൽ തന്നെ ഒരുപാട് പേര് വന്നിട്ട് അവരുടെ ജീവിതത്തിലെ കഥകൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഈശ്വര ഇവരൊക്കെ എന്തുമാത്രം അനുഭവിച്ചിട്ടാണ് ഇതുവരെയൊക്കെ എത്തിയതെന്ന്. ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോൾ നമ്മൾ എന്തിന് വിഷമിക്കണം? കാരണം നോക്ക്, നമുക്ക് എന്തുമാത്രം ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കി ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ യു വിൽ ബി ഹാപ്പി ഇൻ ദ ലോങ് റൺ. ശൈല കുട്ടൻ ചോദിച്ചേക്കാണ്, ബേബി പ്ലാൻ ഉണ്ടോ ഇപ്പോഴൊന്നും? ഇല്ല, ബേബി പ്ലാനൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ കല്യാണം കഴിച്ചതല്ലേ ഉള്ളൂ. അവൾക്ക് ഇനി ഒരു കരിയർ സെറ്റാക്കണം. അയ്യോ, ഇഷ്ടം പോലെ സമയമുണ്ട്. ഇനി ഇപ്പം അടുത്തൊന്നും അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. തയ്യോ നോയി ഹിക്കാരി, അതെന്ത് പേരാടാ? ഹൗ ടു ഫൈൻഡ് യുവർ ട്രൂ സെൽഫ് ഓർ ഹൗ ടു ഫൈൻഡ് യുവർ പാഷൻ. ബൈ ദ വേ ചിൽ കാഷ്വൽ വ്ളോഗ്സ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. താങ്ക് യു മുത്തേ.
ഇതൊരു വലിയ ചോദ്യമാണ്. ഇതിന് അതിൻ്റേതായ ഒരു വീഡിയോ തന്നെ വേണം. അതുകൊണ്ട് ആ ചോദ്യം ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഈ തയ്യോ നോ ഹക്കാരിക്ക് തരുന്നതായിരിക്കും. ഹൃദയപൂർവ്വം മൂവി പ്രൊമോഷനായിട്ട് ലാലേട്ടൻ്റെ പോഡ്കാസ്റ്റിൽ വരില്ലേ? ലാലേട്ടൻ അങ്ങനെ ഒന്നും വരൂല മുത്തേ. നീ ഇതെവിടെയാണ് കയറി പോണത്? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ബേബി പ്ലാനിങ് ഇല്ല. ഇല്ല മുത്ത, ഇപ്പോഴൊന്നുമില്ല. ബേബി പ്ലാനിങ് ആണ് ഭാവിയിൽ, ഫ്യൂച്ചറിൽ. ദ കൈസോൺ ഇന്ത്യ ഒഫീഷ്യൽ ഓൾഡ് സ്കൂൾ ഫ്രണ്ട്സ് കല്യാണത്തിന് വന്നപ്പോൾ ഹാപ്പി ആയോ മുത്തേ? ഹാപ്പിയായി, ഒത്തിരി ഹാപ്പിയായി. അതൊരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. കാർത്തിക് ചേട്ടൻ എന്താ റൊമാൻറ്റിക്കായി ചേച്ചിയുടെ അടുത്ത് മിങ്കിൾ ചെയ്യാത്തേ? ചേച്ചി അകറ്റി നിർത്തുന്ന പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. പ്ലീസ് ഇതും കൂടി Q&Aയിൽ ഒന്ന് ഉൾപ്പെടുത്തണേ. ഫ്രം തൃശ്ശൂർ നിവിൻ സുമി. നമ്മൾ റൊമാൻറ്റിക് ആവുന്നതും നമ്മുടെ പാർട്ട്ണറുമായിട്ട് കുറച്ച് സ്നേഹം അധികം കാണിക്കുന്നതും ഷൂട്ട് ചെയ്യണ്ട എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് ഇപ്പോൾ എൻ്റെത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് കാണിക്കാത്തത്. അത് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ഇട്ട് കഴിഞ്ഞാലും അതൊക്കെ ചുമ്മാ ആൾക്കാരെടുത്തിട്ട് പല രീതിയിൽ റോങ് ആക്കും ഗൈസ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇൻറ്റിമേറ്റ് കാര്യങ്ങളൊന്നും ഞാൻ വ്ളോഗ് ആക്കാത്തത്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് സ്നേഹമില്ലെന്നോ അല്ലെങ്കിൽ റൊമാൻറ്റിക് അല്ലെന്നോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത്. അത് ഒരുപാട് ഫിൽട്ടർ ചെയ്തതിന് ശേഷം എന്നിട്ട് പോലും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പല രീതിയിലും ആൾക്കാർ റോങ് ആയിട്ട് എടുത്ത് അതിനെ ക്രൂശിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ ലൈഫ് ഞാൻ കാണിക്കാൻ തീരെ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഫ്രണ്ട്സുമായിട്ടിരുന്ന് ചളി അടിക്കുന്നത്, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലം കാണാൻ പോകുന്നത്, അതൊക്കെയാണ് ഞാൻ കാണിക്കാൻ താല്പര്യപ്പെടുന്നത്. അതായത് നമ്മുടെ എക്സ്പ്ലോറേഷൻ. അതാവുമ്പോഴത്തേക്കും നിങ്ങൾക്കും പുതിയ കാര്യമാണ് കാണാൻ കിട്ടുന്നത്, ഞങ്ങൾക്കും പുതിയ കാര്യമാണ് കാണാൻ കിട്ടുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഒരിക്കലും ഈ വ്ളോഗ് എൻ്റെ പേഴ്സണൽ ലൈഫിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നായിട്ട് ഞാൻ കാണിച്ചില്ല. എൻ്റെ വർക്ക് ലൈഫുണ്ട്, എൻ്റെ വർക്ക് ലൈഫിനെ ഞാൻ നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ അറ്റ്മോസ്റ്റ് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും അറ്റ്മോസ്റ്റ് ഇൻറ്റിമേറ്റ് ആയിട്ട് തന്നെ വെക്കാനാണ് താല്പര്യം. അങ്ങനെ അല്ലാതെ ആയ സമയത്ത് ഞാൻ അതിനുവേണ്ടി ഒരുപാട് ക്രൂശിക്കപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് കീപ്പിംഗ് തിങ്സ് പ്രൈവറ്റ്, അത്രേ ഉള്ളൂ. പൊന്നു D2D നമ്മുടെ സ്ഥിരം കമൻ്റ് ഇടുന്ന പിള്ളേരിൽ ഒരാളാണ്. ഹലോ പൊന്നു D2D മുത്തേ ചേട്ടാ, ഇപ്പോൾ ഷൂട്ടിംഗ്, ട്രാവൽ, വ്ളോഗിങ്, വർഷ ചേച്ചി ഇതിൻ്റെ ബ്രോയ്ക്ക് ആയി ടൈം കിട്ടാറുണ്ട്. വർഷ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഫണ്ണായിട്ടുള്ളൊരു ഫാക്റ്റ്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് സമയം കിട്ടുന്നുണ്ട്. കാരണം അവൾ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ എക്സ്ട്രാ ടൈം നമുക്ക് വേണ്ടി കണ്ടുപിടിക്കേണ്ട എപ്പോഴും ഉണ്ടല്ലോ കൂടെ. അതുകൊണ്ട് അവൾക്ക് എൻ്റെ വർക്കും തിരക്കുകളൊക്കെ കണ്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ബാക്കിയുള്ള സമയം നമ്മൾ കൂടെ ഉണ്ട്. പിന്നെ കാർത്തിക് ചേട്ടാ ഓർ വർഷ ചേച്ചി, ഇസ് ദർ എനി അഡ്വൈസ് ഫോർ അൺമാരീഡ് വൺ ലൈക്ക് അസ്? നിങ്ങൾ ഫ്യൂച്ചറിൽ ശ്രദ്ധിക്കണം. അങ്ങനെ കൂടെ ഉള്ള ആളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കൂടെ ഉള്ള ആളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കി നിൽക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് 90% റിലേഷൻസും ഓക്കെ ആയി തന്നെ പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗൈസ്, ഇത് ചോദ്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ ഇനി അടുത്ത ഒരു Q&A ആയിട്ട് ഞാൻ വരുമ്പോൾ പറയാം. സോ അതായിരുന്നു ഗൈസ് ഇന്നത്തെ നമ്മുടെ Q&A സെഷൻ. അപ്പോൾ ഒന്നുകൂടെ ഹാപ്പി ഓണം ടു എവ്രി വൺ. ഞാൻ വീണ്ടും പറയാണ് ഗൈസ്, ഹാഷ് ബോക്സിൻ്റെ ടീഷർട്ടുകൾ ഇപ്പോൾ 399-നും 299-നും hashboxapparels.com എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ടീഷർട്ട് വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് പോയി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും വാങ്ങുക ഗൈസ്. നമ്മളല്ലെങ്കിൽ നമ്മുടെ ഹഷിമളിനാരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ഹാപ്പി ഓണം ആൻഡ് ടാറ്റാ.